Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. ഫെമിനിസം, സ്ത്രീ വിമോചനം, സ്ത്രീ ശാക്തീകരണം, ഈ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഈ വിഷയത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണം നമ്മുടെ ജീവിതത്തിൽ എവിടൊക്കെയാണ് നമുക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഏതൊക്കെ രംഗങ്ങളിലാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അംഗീകാരം കിട്ടാതെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു ശാക്തീകരണം പ്രാപിപ്പാനും അവകാശങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് തുടർച്ചയായിട്ട് ചർച്ച ചെയ്യാം. Mrs. Julie Dominic, Head of the Department, Department of English, Little Flower College, Guruvayur. Mr. Reggie Jacob, Executive Director, Affirm Foundation, Cochin. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. Little Flower College, Guruvayur. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ചരിത്രമുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ അല്ല. ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ ദ വേൾഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല. പുരുഷനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ത്രീയുമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിപ്പോ അഭിമാനിക്കാണ്. ഒരു സ്ത്രീയെ കണ്ട പുരുഷന് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടാൽ നിങ്ങൾ നോക്കത്തില്ലേ? ഒരുപാട് അവസരങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. ഇത് ജോലിയുടെ രംഗങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പരിധി വരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജൂലി ടീച്ചറിനോട് തന്നെ ചോദിച്ചാൽ മതിയാകും. ജൂലി ടീച്ചർ, ഇങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? അങ്ങനെ ഉണ്ടോ? ടീച്ചർ ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും പ്രത്യേകിച്ചും ഈ ഒരു 21st സെഞ്ച്വറിയിൽ ഏകദേശം വീടുകളിൽ വലിയ വ്യത്യസ്തതകളില്ലാതെ തന്നെയാണ് സ്ത്രീനെയും പുരുഷനെയും വളർത്തുന്നത്. കാര്യം ആശയങ്ങളുടെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും പേരൻസ് വലിയ വ്യത്യസ്തതകളില്ലാതെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരികയും നമ്മളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു സെഗ്രിഗേഷൻ ഇല്ല, സ്ത്രീ പുരുഷ ഡിഫറൻസ് ഇല്ലാത്ത കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. നമ്മൾ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ പോലും മാർക്ക് റിലേറ്റഡ് മാത്രമല്ല ഇന്ന് ജോലിയുടെ അവസരങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത്. ഒത്തിരി കോമ്പറ്റീറ്റീവ് ആയിട്ട് നമ്മളുടെ എബിലിറ്റീസ് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അതിനാണ് ഇന്ന് കൂടുതലും ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ലാതെ ഒത്തിരി ഡിഗ്രി ഉണ്ടായിട്ട് ഇന്ന് ജോലി കിട്ടണമെന്ന് യാതൊരു അഷ്യൂരിറ്റിയും ഒരു ജെൻഡർ ബേസിൽ പല ജോലികളും നിഷേധിക്കപ്പെടുന്നു ടീച്ചർ പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നേരിടുക? പിന്നെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു മൾട്ടി ടാസ്കിങ് ഫാക്ടറാണ് വിമൻ ഫേസ് ചെയ്യുന്നത്. ഫാമിലി അറ്റ് ദ സെയിം ടൈം പ്രൊഫഷൻ, ഇത് രണ്ടിലും കോമ്പീറ്റൻ്റ് ആവാതെ നമുക്ക് ഇന്ന് സക്സസ് ഇല്ല എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഡബിൾ എഫേർട്ട് എടുത്താൽ പോലും നമ്മൾക്ക് സക്സസ് കിട്ടണമെന്ന് ഉള്ളത് ഒരു ആശയക്കുഴപ്പത്തിലാണ്.
അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂലി ടീച്ചർ പറഞ്ഞത്. 2 ഉത്തരവാദിത്വങ്ങൾ ഒരുപോലെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മളിൽ വരുന്നത്. കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം, അതോടൊപ്പം ജോലിയുടെ ഉത്തരവാദിത്വം. പലപ്പോഴും ഇത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരു ഫ്രണ്ട്സിനൊപ്പം ഒരു അറ്റ്ലീസ്റ്റ് ഒരു പിക്നിക്കിന് പോവാണ്, അത് പകൽ ടൈം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്നെ വിടില്ല, എന്നോട് പറയും പോകണ്ടെന്ന്. അതേസമയം എൻ്റെ ചേട്ടനാണെങ്കിൽ പറയും അവൻ പൊക്കോട്ടെ. അതെന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടിയോട് പറയുന്നത് എന്നെ നീ പോകണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? അത് വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി പുറത്ത് ചെന്ന് നമ്മളിപ്പോ പുറത്തേക്ക് പിക്നിക്കിനൊക്കെ, അതായത് എൻ്റെ കുട്ടി പോയി വല്ല അപകടങ്ങളിലും ചാടരുത് എന്നുള്ള വലിയൊരു കരുതലാണ് അതിന്റെ പിറകിലുള്ളത് അല്ലേ? അപ്പൊ ആൺകുട്ടിയേക്കാൾ ഒരു വലിയ കരുതൽ പെൺകുട്ടികൾക്ക് പേരൻസ് കൊടുക്കുന്നുണ്ട്. കരുതലൊക്കെ വേണം, പക്ഷെ അത് വീട്ടിലെ പാരന്റ്സ് കുറച്ച് ഓവർ ആവാൻ പാടില്ല. ഇത് ഓവറായല്ലേ? അതായത് കരുതൽ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമുക്ക് മുൻപോട്ട് ജീവിതം തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. അമിതമായ ഒരു കരുതൽ ഇങ്ങനെ പേരൻസ് കൊടുക്കരുതെന്നാ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ അതിനെ കുറിച്ച്? ഇക്കാലത്ത് അമിതമായി കൊടുത്താൽ പോലും സെക്യൂരിറ്റി കിട്ടാത്തൊരു കാലമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കെയറിനോട് ഒരുപാട് യോജിക്കുന്ന ആളാണ്. എനിക്കുണ്ട് ഒരു ബ്രദർ, ആള് പിക്നിക് എന്നല്ല വേൾഡ് ടൂർ തന്നെ പോകുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് വരെ UAE ഓക്കെയാണ്, പക്ഷെ ഇന്ത്യയിൽ കുറച്ച് ടൂറുകൾ പുള്ളി പോയ അത്രയൊന്നും ഞാൻ പോയിട്ടില്ല. അതോട് എനിക്ക് ഒരു വിഷമമില്ല, കാരണം വിട്ടിട്ടില്ല. അത് തന്നെയാണ്. പക്ഷെ അത് യുനോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിലോട്ട് കോപ്പപ്പ് ആവാണ്. കാരണം ഒരിക്കലും വിഷമം തോന്നിട്ടില്ല, കാരണം പുള്ളിക്ക് ഹി ഹാവ് ഇന്റർനാഷണൽ ഫ്രണ്ട്സ്. അതായത് എന്റെ ലിമിറ്റേഷൻസ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിൽ എനിക്ക് സങ്കടമില്ല. ഇല്ല, ഞാൻ അറിയപ്പെടുന്നത് ഒരു നല്ല ഷെഫായിട്ടാണ്. യുനോ വീട്ടിലെ ഒത്തിരി എത്ര ആൾക്കാർ വന്നാലും ഐ ക്യാൻ ഹാൻഡിൽ, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വാട്ട് എവർ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബഹുമതി കിട്ടിയത് വലിയൊരു കാര്യമാണ്. സോ അങ്ങനെ നമ്മള് ഒരിക്കലും നമ്മൾ താഴ്ത്തപ്പെട്ടാണ് തോന്നരുത്. ഒരിക്കലും നമുക്ക് ലിമിറ്റ്സ് വെക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. സ്ത്രീ വിമോചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം. ഞാൻ തന്നെയാ ലിമിറ്റ് വയ്ക്കുന്നത് പല കാര്യങ്ങൾക്കും അല്ലേ? അപ്പൊ ഞാൻ എന്നെ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായാൽ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് അതിന്റെ അർത്ഥം ഒരു പരിധി വരെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് വെക്കുന്ന ഒരിക്കലും നമ്മൾ മോശമായത് കൊണ്ടല്ല. ഒരു പൂന്തോട്ടത്തിന് വേലി കെട്ടുന്നത് പൂവ് ചാടിപ്പോവാതിരിക്കാനല്ല. ഇറ്റ് ഈസ് നോ വൺ ടു അറ്റാക്ക് ഇറ്റ്. ആ ലിമിറ്റ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. നമ്മൾ ലിമിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്ത് അതിനുള്ളിൽ വി ഹാവ് ടു ബി ourselves. അവിടെ നമ്മൾ കഴിവ് തെളിയിക്കുകയാണ് വേണ്ടത്. ലൈക്ക് നമ്മൾ ഇപ്പോൾ പുറത്ത് പഠിക്കാൻ പോകുന്ന ജൂലി മിസ് പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഞാനൊരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, PG. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ഞാൻ എങ്ങനെ നേരിടും? ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ വളർന്നു വന്നിട്ട് ക്യാൻ ഐ എന്നുള്ളതാണ്. ഐ നോ ഐ ക്യാൻ, ബട്ട് ആ ഒരു പേടിയാണ്, ഒരു സംശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ സംശയമാണ് നമുക്ക് മാറ്റപ്പെടേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നതിന്റെ ഒരു പ്രധാന അർത്ഥം അല്ലേ? അതെ, അത് നമ്മളുടെ ബോധവൽക്കരണം തന്നെ വെരി ഗുഡ്. ബോധവൽക്കരണമാണ്, അതിലേക്കാണ് അദ്ദേഹം വരുന്നത്. ബോധവൽക്കരണത്തിലൂടെയാണ് അങ്ങനെയുള്ള ലിമിറ്റേഷൻസ്, അതിനെക്കുറിച്ചുള്ള ഭയമൊക്കെ മാറ്റേണ്ടതെന്നാണ് പറയുന്നത്. ഇത് എന്തോ പറയാനായിട്ട് ധൃതി വയ്ക്കാണ്, പറഞ്ഞാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിക്നിക്ക് മാത്രല്ല. ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ വീട്ടിലൊരു കറി വെക്കാണ്, ഒരു ഫുഡ് വെക്കാണ്. അപ്പൊ ആദ്യം നമ്മള് വീട്ടിലെ എന്റെ അമ്മ ചോദിക്കാറ് ചേട്ടനോടാണ്, ഡാ നിനക്ക് ഏത് കറിയാ വേണ്ടേ? അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കണ്ടാവും. ആ ചോദ്യം ഒന്ന് നമ്മളോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആശിക്കുമായിരുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ചേട്ടന് വേണ്ടിയാണ് ഈ വീട്ടിലെ എല്ലാ കറികളും ഉണ്ടാക്കുന്നത് എന്നാണ് അല്ലേ? അമ്മ എന്നാ എന്നോടൊന്ന് ചോദിക്കുക, മോളെ ഇന്ന് എന്തോ കറിയാ വെക്കേണ്ടത്? വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ കറികൾ പോട്ടെ, നമുക്ക് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് കുറെ സമ്മാനം കിട്ടി. അപ്പോ നമ്മള് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാണ് ആകാംക്ഷയോടെ. വീട്ടുകാരെ കാണിക്കണം, അവരെ ത്രില്ലിൽ കൊണ്ടു ചെല്ലാണ്. അപ്പൊ കൊണ്ടു ചെല്ലുമ്പോ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മ ഒന്നും പറയണില്ല. അതേസമയം ചേട്ടനോ അനിയൻ കൊണ്ടുവന്ന മോനെ നിനക്ക് എന്തിനൊക്കെ കിട്ടിയേ, എന്തിനൊക്കെ? ഈ അമ്മയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. അപ്പൊ ഈ അമ്മ എന്നോട് കാണിക്കുന്ന മനോഭാവമല്ല എന്റെ സഹോദരനോട് കാണിക്കുന്നത്.
അപ്പൊ എനിക്ക് അമ്മയോട് അതിനകത്തൊരു ദേഷ്യമില്ലേ? അത് ദേഷ്യം ഉണ്ടാവും, പക്ഷെ അത് മാറും, കുറച്ച് കഴിഞ്ഞാൽ മാറും. നമ്മൾ വീണ്ടും അമ്മോട് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടത്. പക്ഷെ അമ്മ മാത്രമല്ല, ഇദ്ദേഹം പറയാൻ വരുന്നത് ഇങ്ങനെ ഭവനത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ചില വേറുകൃത്യങ്ങളാണ് സമൂഹത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഭവനത്തിൽ തന്നെ ഇതിനൊരു മാറ്റം. റജി സാറെ അനേകരെ കൗൺസിൽ ചെയ്യുന്ന ആളാണല്ലോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഭവനത്തിലാണ് ഇതിനൊരു മാറ്റം തുടങ്ങേണ്ടത്. കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ മനോഭാവത്തിലൊരു മാറ്റമുണ്ടാകണം. ഈ പറയുന്നതിനകത്തൊക്കെ വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ വല്ല ഇഷ്യൂസുമായിട്ട് വന്നവരെ കൗൺസിലിംഗ് ചെയ്യേണ്ടതായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? വളരെ വളരെ ശരിയാച്ചാ, കുട്ടികൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന റോൾ, ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന ഓരോ കേസും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മുൻപ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കൗൺസിലിംഗ് പേരൻസിന് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പേരൻറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഈ കുട്ടികളിലേക്ക് വരുന്നത്. നമുക്കറിയാം 5 വയസ്സിനകത്താണ്, പ്രഗ്നൻസി മുതൽ 5 വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ പാകുന്നത്. അപ്പോൾ ഈ സമയത്ത് അപ്പനും അമ്മയ്ക്കും ഒരു വലിയ റോളുണ്ട്. അവരെന്ത് പഠിപ്പിക്കും? നമുക്കറിയാം, നീ പെണ്ണാടി എന്ന് പറയുമ്പോൾ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തോ കുറവുള്ള, എന്തോ പ്രശ്നമുള്ള, ആണിനേക്കാൾ താഴെ എന്ന് ചിന്ത വരുന്ന രീതിയിൽ ഒരു ഡയലോഗ് മിക്കവാറും വീടുകളിൽ നടക്കാറുണ്ട്. എന്നാൽ ഇന്ന് സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് പോയപ്പോൾ നീ പെണ്ണാണെന്നൊന്നും വിചാരിക്കേണ്ട, നിനക്കെന്താ കുറവ് എന്ന് ചോദിച്ചു, നീ ആണിനേക്കാൾ മുൻപിലാണെന്ന് പറഞ്ഞ് ഒരു പക്ഷേ വേലി ചാടിപ്പോകുന്ന രീതിയിൽ എൻ്റെ ജീവിതം എൻ്റേത് മാത്രം എന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പറയും. ഇത് രണ്ടുമല്ല. ഒരു കുടുംബത്തിനകത്തൊരു സൊസൈറ്റിക്കകത്ത് ഒരു സ്ത്രീ എവിടെ നിൽക്കണം, അത് ഈ പറഞ്ഞ പോലെ മാനസികമായി ഞാൻ തന്നെ തീരുമാനിക്കണം. എനിക്ക് എവിടെയാണ് ഞാൻ തടയിടേണ്ടത്, എത്രമാത്രം എനിക്ക് മുന്നോട്ട് പോകാം, ഞാൻ അങ്ങനെ പോകുന്നതുകൊണ്ട് ഗുണമെന്താ, ദോഷമെന്താ? പാതിരാത്രിയിൽ ഇറങ്ങി നടക്കണം, ഞാൻ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്? പുരുഷൻ നടക്കുന്നത് കൊണ്ട് ഞാനും നടക്കണമെന്നുണ്ടോ? അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഏറ്റവും ബെസ്റ്റ് ഏതാണ്, സൊസൈറ്റിക്കും ഫാമിലിക്കും പറ്റിയത് ഏതാ? അപ്പോൾ അതിൽ പേരൻറ്റിങ്ങിന് വലിയൊരു റോളുണ്ട്. ചെറിയ പ്രായം തൊട്ടേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതെന്തോ ഇൻഫീരിയർ ആണ്, എന്തോ പ്രശ്നമുണ്ട്, അബലയാണ്, ദുർബലയാണെന്നൊരു ചിന്ത അത് ഒരു കാരണവശാലും മാതാപിതാക്കൾ ഭവന അന്തരീക്ഷത്തിൽ തന്നെ ഈ മനോഭാവത്തിനൊരു മാറ്റം ഉണ്ടാകണം. ഈ ഭവന അന്തരീക്ഷത്തിൽ ഇത് മാറുന്നത് പോലെ തന്നെ ഈ സ്കൂളിനും കോളേജിനും ഒക്കെ ഒരു റോൾ ഇല്ലേ? ഈ ഒരു അഭിപ്രായങ്ങൾ മാറ്റിയെടുക്കാനും ഒരു പുതിയ അവബോധം പകർന്നു കൊടുക്കാനുമായിട്ട് കോളേജുകളിൽ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടോ, റോളുകളും ഉണ്ടോ എന്ന് പറയാമോ? കോളേജസിൽ ഇപ്പോൾ ഇതൊരു വിമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ഇവരുടെ ഓരോ കാര്യങ്ങളും ഓരോ എബിലിറ്റീസും അവർക്ക് പ്രകടിപ്പിക്കാനും അത് മാക്സിമം അവരുടെ എന്താ പറയുക ഏറ്റവും വലിയ സക്സസ്സിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഈ കോളേജിലുണ്ട്. അവർ പുരുഷന്മാരെ എങ്ങനെയാ കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം പകർന്നു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു അവയർനെസ് നമുക്ക് വിമൻസ് സെൽ, അതുപോലെ തന്നെ ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ പുരുഷന്മാരെ പ്രത്യേകിച്ചല്ല, സമൂഹത്തിൽ നമ്മളുടെ സ്ഥാനം എന്താണ്, നമ്മളത് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, അതിലൂടെ നമ്മൾക്ക് എങ്ങനെയാണ് സക്സസ് നേടിയെടുക്കാൻ സാധിക്കുക, നമ്മുടെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്, അതിലൂടെ നമ്മൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, റെസ്പെക്ട് ഈച്ച് ഇൻഡിവിജ്വൽ വെദർ ഇറ്റ്സ് എ മെയിൽ ഓർ എ ഫീമെയിൽ. നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും താഴ്ന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ ആയിട്ട് കാണാതെ, അതായത് കോളേജ് തലങ്ങളിലൊക്കെ പരസ്പര ബഹുമാനത്തോടുകൂടെ പുരുഷനും സ്ത്രീയും പരസ്പര ബഹുമാനത്തോടുകൂടെ വളർന്നു വരേണ്ടതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ അവർ കൊടുക്കണമെന്നുള്ളതാണ് ടീച്ചർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടോ? ഈ ഭവനത്തിലെ മൂല്യം ഇദ്ദേഹം പറഞ്ഞാട്ട്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ അമ്മ ന്യായം ആരുടെ ഭാഗത്താണ് അവരുടെ ഭാഗത്ത് നിൽക്കും. അവസാനം ഒരു ഡയലോഗ് പറയും, നീ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോവും, അവസാന നിമിഷം ഈ കൊച്ച് എന്റെ കൂടെ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ ഈ പെങ്കൊച്ചിനെ അമ്മ വളർത്തിക്കൊണ്ട് വരുന്നത് പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള വളർത്തേ ഉള്ളൂ. പിന്നെ ഞാനൊരു കല്യാണ വീട്ടിൽ എവിടെ ഇരിക്കുമ്പോ കേട്ടതാണ്, ഒരു ആൾക്കൊരു ആൺകുട്ടി ഉണ്ടായി. അപ്പൊ രണ്ടുപേര് ചോദിക്കുക, എടാ ചെലവ് വേണം, കാരണം സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങാൻ പോവാണ്, അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ആൺകുട്ടിയെ ഉണ്ടായിരിക്കുന്നത്. അത് അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടീനെ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചേക്കാം. അതുകൊണ്ടാണല്ലോ ചില സ്ഥലങ്ങളില് ഈ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അത് അബോർട്ട് ചെയ്ത് കളയുന്ന രീതി പല സ്ഥലങ്ങളിലുമുണ്ട്.
പെൺകുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ അവകാശമില്ലാത്ത ഒരു ലോകത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു ലോകം ഇപ്പാണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ജനിക്കാൻ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ, അങ്ങനെ സമ്മതിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതും ആ ഒരു ഫ്രീഡം തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വളർന്ന ഈ ഒരു നിലയിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഒരു വലിയൊരു സൊസൈറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ ഉള്ള ഒരു സമൂഹം ഉള്ളപ്പോൾ അതിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ലേ? പെൺകുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ അവകാശമില്ലാത്ത ഒരു സമൂഹമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലേ? ഇപ്പൊ കാലത്ത് എല്ലാവർക്കും പെൺകുട്ടികളെ ആവശ്യമുണ്ട്. കാരണം അവരിപ്പോ ഏറ്റവും വേൾഡ് ലീഡറായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്കൊരു അനിയത്തി ഉള്ളത്. അപ്പൊ ഞങ്ങൾ 2 പെൺകുട്ടികളായിട്ട് എൻ്റെ അച്ഛന് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങൾ 2 പേരും എവിടെയെങ്കിലും എത്തുന്ന എൻ്റെ അച്ഛനറിയാം. ആൺകുട്ടികളെക്കാളും നന്നായിട്ട് ഞങ്ങൾ എത്തുന്ന പറയാം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ വെറുതെ ലിഷറായിട്ട് അവരുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു പൊസിഷനിലേക്ക് എത്തുന്ന അവർക്കും അറിയാം, പാരൻസിനും അറിയാം. എനിക്ക് തോന്നുന്നു മദേഴ്സിന്റെ കുറച്ചൊരു ചിന്താഗതി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം മാറ്റാൻ പറ്റും. കാരണം എൻ്റെ ഒരു കേസിൽ എൻ്റെ അച്ഛനാണ് ഏറ്റവും മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺ. അപ്പൊ അച്ഛൻ പറയുന്നത് നിന്നെ കൊണ്ട് എന്ത് സാധിക്കാതിരിക്കുക, നീ പെൺകുട്ടിയാന്ന് വെച്ചിട്ട് അതൊന്നും വലിയ പ്രശ്നമല്ല, പോയിക്കോളാനാ പറയാ. പക്ഷെ എൻ്റെ അമ്മയ്ക്കാണ് ഇപ്പൊ പ്രോബ്ലം വരിക, ഇവിടെ എന്തിനാ അങ്ങനെ പോവാൻ നിക്കുന്നതെന്ന് അപ്പൊ അമ്മ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ മെൻ സപ്പോർട്ടീവ് ആണ്. ഇനി നമുക്ക് പഴയ അമ്മമാരെ ഒന്നും ചിന്താഗതിയിൽ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് വലുതായിട്ട് നടക്കത്തില്ല. പക്ഷെ നമുക്ക് ഒരു തലമുറയെ പുതുതായിട്ട് വാർത്തെടുക്കാം. അല്ല അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കും, ആ കുട്ടി പറഞ്ഞു എന്തങ്ങനെ ചോദിക്കാതിരുന്നേന്ന്. ആ കുട്ടി അവളുടെ മക്കളെ അടുത്ത് അങ്ങനെ ചോദിക്കരുത്. അപ്പൊ ഇത് മനസ്സിലാക്കി ഇതിന്ന് നമുക്കൊരു അനുഭവം കിട്ടിയിട്ട് നമ്മളിങ്ങി അങ്ങനെയാണെന്ന് വരികിൽ നിങ്ങളിലൂടെ എങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാട്ടെ. നമ്മൾ നിയമവ്യവസ്ഥ മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം എന്ന് ഇവിടെ കിടന്ന് ആക്രോശിക്കുക അല്ലാതെ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ തന്നെ ചിന്താഗതിയാണ്, കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. അത് നമ്മൾ സമൂഹം നന്നാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നല്ലത്. അത് നമ്മള് വ്യക്തികളായി നമ്മൾ നന്നാവാം, എന്നിട്ട് നമ്മുടെ വീട് നന്നാക്കണം, എന്നിട്ടാണ് സമൂഹം നന്നാക്കേണ്ടത്. അപ്പൊ നമ്മൾ നന്നാകുക എന്ന് പറഞ്ഞപ്പോ എന്തുവാ ഇതേ ഉദ്ദേശിച്ചേ? ഇനി വരുന്ന തലമുറ ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് മാറ്റി ചിന്തിക്കാം. പിന്നെ എങ്ങനെയുള്ള കാഴ്ചപ്പാട് വരുന്ന തലമുറയ്ക്ക് കൊടുക്കും? വരുന്ന തലമുറയോട് ഇപ്പൊ ഇതുവരെ നമ്മൾ അനുഭവിച്ച പാരതന്ത്ര്യത്തെ മാറ്റി സ്വാതന്ത്ര്യത്തിലേക്ക് ചിന്തിക്കാനായിട്ട് പുതിയ തലമുറയെ നമ്മളെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മള് അനുഭവിക്കുന്ന കുറെ അനുഭവങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. അതിൽ നിന്ന് ഇനി നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അതല്ല, അതിനെ മാറ്റി ചിന്തിക്കാം. നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി നമ്മളെ കുറിച്ച് തന്നെ മാറ്റി ചിന്തിക്കണം. 1, 2 മാറ്റി ചിന്തിക്കാനായിട്ട് മറ്റുള്ളവരെ നമ്മൾ പ്രേരിപ്പിക്കണം. വെരി ഗുഡ്. ഈ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടോ എന്ന് പറഞ്ഞ ഇതെന്തായാലും പറഞ്ഞു. പുതിയ തലമുറയെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് നല്ല മൂല്യബോധം ചെറുപ്പം മുതലേ അവർക്ക് അവരുടെ പാരൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു മൂല്യബോധം ഉണ്ടാക്കി കൊണ്ടുവരണം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു അന്തരം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം അവർ തുല്യരാണെന്ന് ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കണം. ഈ വീട്ടിലുണ്ടാവുന്ന ഭവനങ്ങളിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ വലിയ സംഭവങ്ങളായി മാറുന്നത്. അപ്പോൾ അത് നമ്മൾ മൂല്യബോധമുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളൊരു ശ്രമം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? ഐ റിയലി അപ്രീഷിയേറ്റ് യു. മൂല്യബോധമുള്ള ഒരു തലമുറയെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനമുണ്ടാകണം. 2, ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊരു മാറ്റമുണ്ടാകണം. 3, ഞങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് ഒരു പുതിയ തലമുറയെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അദ്ദേഹം എന്തോ കൂടെ പറയാൻ ശ്രമിക്കുകയാണല്ലോ. ഈ തലമുറ ഇനി ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തലമുറ കഴിയാനായിട്ട് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ തലമുറ ഇറങ്ങാനുള്ള ഒരു സമയമാണ്. ഇനി വരുന്നത് ഞങ്ങളുടെ തലമുറയാണ്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഞാൻ കൂടുതലും ഊന്നി പറയുന്നത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ എവറി ഏരിയ. വി ഹാവ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്. അതിലൊരു റിസോഴ്സാണ് വിമൻ. നമ്മൾ ഒരുപാട് പോപ്പുലേഷനാണ്. വി ഹാവ് മോർ ദൻ മെൻ വിമൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മെൻ
വർക്ക് ചെയ്തുണ്ടാക്കുന്ന കാശിൽ നാഷണൽ GDP-യിൽ വർധനവുണ്ടാവണമെങ്കിൽ ഹാൻഡ് എല്ലാ പുരുഷൻ്റെയും കൂടെ ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്ന ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ലൈക്ക് *6 വർധനമാണ് രാജ്യത്തിന് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ വിമന് പല മേഖലകളിലും ഇനിയും വർധന ഒരുപാട് എംപവർമെന്റ് ഉണ്ടെങ്കിൽ പോലും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആണ്. ഇതൊരു റിസോഴ്സ് ആണെന്ന് വരിയിൽ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യണം. അതിനെ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു സ്ത്രീ ശാക്തീകരണം അവിടെ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. എന്നാൽ അതിനു വേണ്ടിയൊക്കെ ഇപ്പോൾ പല രീതിയിലുള്ള സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സ്ത്രീ വിമോചന വേദികൾ, സ്ത്രീ വിമോചന സമരങ്ങൾ. നിങ്ങൾ എന്തു പറയുന്നു? അതൊക്കെ ആ സമരങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾക്കിടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇദ്ദേഹം പറഞ്ഞു. സ്ത്രീ വിമോചന സംഘടനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷന്റെ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും കാണാൻ പറ്റുന്നത് നമുക്ക് സ്ത്രീകളായിരിക്കും മുൻനിരയിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ പരാജയപ്പെടുന്നിടത്ത് അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാത്തതും സ്ത്രീകൾ തന്നെയാണ്. എൻ്റെ ഒരു ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതലായിട്ടും അച്ഛൻ കൂടുതൽ ഫ്രീഡം തരാറുണ്ട് ചേട്ടനേക്കാളും. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് ആണ്. കാരണം അമ്മ സൊസൈറ്റിയെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്, ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞാൻ തൃശ്ശൂർ ഒരു തവണ ക്ലാസ് കഴിഞ്ഞ് വരുമായിരുന്നു. 6:30 ഇങ്ങാണ്ടായി കാണും. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് കയറിയ ബസ്സിൽ എനിക്കൊരു മോശമായിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ ഷൗട്ട് ചെയ്തപ്പോൾ ബസ് നിർത്തി. അപ്പോഴും ഒരുപാട് അമ്മമാർ എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായമുള്ള മക്കൾ വരെയുള്ള അമ്മമാരുണ്ട്. അപ്പോഴും ബാക്കിൽ നിന്ന് ചേട്ടന്മാർ വന്നിട്ടാണ് അവനെ അടിക്കുകയും ഇതൊക്കെ നോക്കണേ. പുരുഷന്മാരല്ലയോ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നല്ലേ? പക്ഷെ അവര് ചെയ്യുന്നുണ്ട്. ഒരു നെഗറ്റീവായിട്ട് ഒരു ചേട്ടൻ ചെയ്തുകൊണ്ടാണ് അവര് തോണ്ടുകയും ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ? അതാണ് അത് പുരുഷന്മാരുടെ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സംഘടനകൾക്ക് സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റി ബേസിൽ നമ്മൾ ആരെങ്കിലും ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും അതിൽ കൂടുതലുണ്ടായിരിക്കുന്ന സ്ത്രീകളായിരിക്കും. അതിന് ഈ വിമോചന സമരങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിന്റെ ബേസിൽ കിട്ടുന്ന അവയർനെസ്സിലൂടെയാണ് ഞങ്ങൾ സ്ത്രീകൾക്കും ഈ ഒരു അവകാശം വേണം, ആ ബോയ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ അവയർനെസ് അങ്ങനെ ഈ വിമോചന സമരങ്ങളൊക്കെ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ടെന്നോ? ഇങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പല സമരങ്ങള് സമൂഹത്തിൽ വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് പലയിടത്തും ഉണ്ടാക്കിയിട്ടില്ലേ? കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണേക്കാളും കൂടുതൽ അത് സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾക്ക് വിമൻസ് റൈറ്റ്സ് ഒരുപാട് സഫ്രജേറ്റ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു പ്രൊട്ടസ്റ്റിലൂടെ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ചർച്ചയിൽ മാത്രം നിൽക്കാതെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ മാത്രം, ഒരു പ്രൊട്ടസ്റ്റിൽ മാത്രം നിൽക്കാതെ അതിനൊരു റിസൾട്ടാണ് നമ്മൾക്ക് ആവശ്യം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ പോസിബിലിറ്റീസ് ആണ് നമ്മൾ കൂടുതലും ആലോചിക്കേണ്ടിയിരിക്കുന്നത്. രജി സാറേ, ഈ സ്ത്രീ പീഡനങ്ങൾ ഇങ്ങനെയുള്ള പല ദുർവൃത്തികളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഏതെങ്കിലുമൊക്കെ കൗൺസിലിങ്ങിന് വരാറുണ്ടോ? അവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരെയൊക്കെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വളരെയധികം കേസുകൾ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ ബോധവൽക്കരണം നടത്തി ഒരു വിധത്തിൽ ഒരു എക്സ്ട്രീമിൽ ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് കാണുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല. ഒരുപക്ഷെ അവരൊന്ന് ക്ഷമിച്ചാൽ, താണുകൊടുത്താൽ, കാരണം സഹനശക്തി, സ്നേഹിക്കാനുള്ള കഴിവ്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ സ്ത്രീയുടെ ഒരു മേന്മ തന്നെയാണ്. അത് മാറ്റിവെച്ചിട്ട് സ്ത്രീക്ക് ദൈവം സ്വതവേ കൊടുത്തിരിക്കുന്ന കുറേ നല്ല കാര്യങ്ങൾ ഇത് മാറ്റിവെച്ചിട്ട് ഞാനും പുരുഷനെ പോലെ ആകണം, ഞാൻ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ വരുന്നത് കൊണ്ട് ഇന്ന് അച്ഛൻ ചോദിച്ചതുപോലെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിനകത്ത് ഒരു 90% കുടുംബങ്ങൾ എന്ന് പറഞ്ഞാലും അതിശയോക്തിയാണെന്ന് തോന്നുന്നില്ല, ശീതസമരം നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ പുരുഷനെ ഒരുപക്ഷെ പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ അടിച്ച് താഴ്ക്കുന്നു, സമരത്തിലൂടെ അല്ലാതെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അടിച്ചു താഴ്ത്തുമ്പോൾ സ്വതവേയുള്ള ഇൻഫ്ലേറ്റഡ് ഈഗോ ഉള്ള പുരുഷൻ ഈ സ്ത്രീയെ ഒന്ന് ഇടിച്ച് താഴ്ത്താൻ ഒരു സന്ദർഭം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ വീടിനകത്ത് പരസ്പരം പഴിചാരാനും ഒരാൾക്ക് ഒരാളെ തോപ്പിക്കാനുള്ള അവസരം പതിയിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആരാന്നറിയാമോ? അവരുടെ കുഞ്ഞുങ്ങളാണ്. ഇവർ രണ്ടുപേരും അടിച്ച് ജയിക്കും. അതുകൊണ്ടാണ് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ജയിക്കുമോ അടിച്ചു തോക്കുമോ? അടിച്ച് ജയിക്കും, ഡിവോഴ്സ് വരെ. പക്ഷെ ഇവർ രണ്ടുപേരും സത്യത്തിൽ ജയിക്കുകയല്ല, പരാജയപ്പെടും. അത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ഒരു ക്രിമിനൽ മനോഭാവത്തിലേക്ക് വരുമ്പോൾ. എന്നോട് ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നു, സാറേ അച്ഛനും അമ്മയും കൂടെ കിടന്ന് അടിച്ചു, അവർ രണ്ടുപേരും ജയിച്ചു, ആരും വിട്ടുകൊടുത്തില്ല, പക്ഷെ തോറ്റത് ഞങ്ങളാ, ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണ്ട, അതുകൊണ്ട് പുരുഷനെ ഞങ്ങൾക്ക് വേണ്ട, സ്ത്രീയെ ഞങ്ങൾക്ക് വേണ്ട, അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട. സൊസൈറ്റിയോടൊരു വെറുപ്പ് കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ ഇത് സാധിച്ചെടുക്കുന്നതിന് ഒരു പക്ഷേ സ്ത്രീ ശാക്തീകരണത്തിന് നന്മ കൈമോശം വന്ന് അതിൻ്റെ തിന്മയിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബമെങ്കിലും തകരുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു തടയിടേണ്ടത് ആ ഒരു പ്രത്യേക മേഖലയിലും തടയിടേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തും കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും അല്ല, രണ്ട് എക്സ്ട്രീമിലും അല്ല. മനുഷ്യന് സുഖമായി സമാധാനപരമായി സ്വസ്ഥമായി ഫലകരമായി പുരുഷനും സ്ത്രീക്കും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ രണ്ടുപേർക്കും സഹകരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ആരോഗ്യപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം എന്ന് പറയും. ഇദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കാം? രജു സാർ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകൾ തന്നെ വാശി പിടിക്കണം, എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ വിമോചന സമരങ്ങളിൽ കൂടുതലും നടക്കുന്നത് അവർ തുല്യ അവകാശമാണ് ആവശ്യപ്പെടുന്നത്. ശരിക്കും അവർ ആ സ്വാതന്ത്ര്യമല്ല ആവശ്യപ്പെടേണ്ടത്, അവർ സംരക്ഷണം, അവർക്ക് അവരുടെ ലിമിറ്റേഷൻസ് അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സംരക്ഷണമാണ് അവർ അതിലൂടെ ആവശ്യപ്പെടേണ്ടത്. അതാണ് അവർ അതിലൂടെ ചെയ്യുന്ന തെറ്റ്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കായിരുന്നല്ലോ, എന്ന് പറഞ്ഞാട്ടെ. ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നു പാരൻസ് തമ്മിൽ, എൻ്റെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളായ ഞങ്ങളത് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കത് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പലപ്പോഴും നിസ്സഹായരാണ്. ഇത് മാതാപിതാക്കൾ തിരിച്ചറിയണം. കാരണം അവരെ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഒരു മാതാവിനും പിതാവിനും കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അത് കഴിഞ്ഞിട്ടേ പണവും മറ്റെല്ലാം വരുന്നുള്ളൂ. അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അത് തന്നെ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യ നിലയെ സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ പേടിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇന്ന് പല കുഞ്ഞുങ്ങളും വിവാഹമേ വേണ്ട എന്ന് പറയുന്നു. സൊസൈറ്റിയിൽ ഞങ്ങൾ സ്ത്രീകൾ മതി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഞാൻ വേണേൽ വിവാഹം കഴിക്കാമെന്ന് സ്ത്രീകളും പുരുഷനെ ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പുരുഷനും പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതൊരു നന്മയല്ല, വലിയൊരു തിന്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് കാരണമായി വരുന്നത് എന്താണ്? അതിനെ പരിഹരിക്കണം. അങ്ങനെയുള്ള പേരൻസിനെ നമുക്ക് കൗൺസിലിംഗ് സെൻറ്ററിലേക്കൊക്കെ പറഞ്ഞു വിടണം. അവിടെ ആവശ്യമായ കൗൺസിലിംഗ് ഒക്കെ കിട്ടുമ്പോൾ അവർക്കൊരു അവബോധം ഉണ്ടാകും, അവരുടെ ആറ്റിറ്റ്യൂഡിലും അപ്രോച്ചിലും മാറ്റമുണ്ടാകും. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീ വിമോചനം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഇത് പ്രശ്നമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഈ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ ഈ ബൗദ്ധിക തലത്തിൽ മാത്രം നിൽക്കാതെ നമ്മുടെ ജൂലി ടീച്ചർ പറഞ്ഞതുപോലെ ഇത് പ്രായോഗിക തലങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ഒരു അർപ്പണബോധം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ചർച്ചകളുടെയൊക്കെ ഫലം നമുക്ക് കാണുവാനായിട്ട് ഒക്കുകയുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലാണ്. അത് പുരുഷനെ മാത്രമല്ല, സ്ത്രീയെയും. അപ്പോൾ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കുന്നവരാണെങ്കിൽ അവരെ രണ്ടുപേരെയും ഒരുപോലെയാണ് ദൈവം കാണുന്നതും കരുതുന്നതും. ആരും ആരുടെയും കീഴിലല്ല, ആരും ആരുടെയും മുകളിലുമല്ല. രണ്ടുപേരെയും ദൈവം ഒരുപോലെ വിലയുള്ളവരായിട്ട് കാണുന്നു. എന്നാൽ പുരുഷനെ പോലെ സ്ത്രീയാകാനും സ്ത്രീയെപ്പോലെ പുരുഷനാകുവാനുമുള്ള ശ്രമം ഒരിക്കലും വിജയം കണ്ടെത്തത്തില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്ത്രീക്ക് ചില റോളുകളുണ്ട്, പുരുഷന് ചില റോളുകളുണ്ട്. അത് അഭിമാനത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിലയുള്ളത്. ആ വിലയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ എടുത്ത ആ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ, അത് ദൈവത്തോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. വന്നു ചേർന്ന് എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഈ നെറ്റ് ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത്? എപ്പോഴും അതിലോടുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. എങ്ങനെ കളിക്കാം, എന്ത് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ ഏത് മാർഗത്തിലും പോകും. സൊസൈറ്റിയിൽ ഇപ്പോൾ ആൾക്കാര് കൂടുതലും പിള്ളേർ പഠിക്കണമെന്ന് മാത്രമാണ് ഒരു ഇത്. അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് വില കുറച്ച് കാണുന്നവരാണ് ആക്ച്വലി ഗെയിമിലേക്ക് പോകുന്നത്. ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ അതിനകത്തുനിന്ന് ഒളിച്ചോടാൻ ഒരു മാർഗമായിട്ട് പലരും ഗെയിംസിലോട്ട് വരാറുണ്ട്. ഇന്ന് മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ വെളിയിലൊക്കെ പോയി കളിക്കുന്നതിന് അധികം താല്പര്യം കാണിക്കുന്നില്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.